അപ്പോ പുതിയായിട്ട് അവൻ മുങ്ങി. അതെ. അവന്റെ പേരെന്താണ്? വീർ ഷേർപ്പ. എന്തുകൊണ്ടും വീർ ഷേർപ്പ. വീർ ഷേർപ്പ. വയസ്സ്? വയസ്സൊരു 10-25 വയസ്സ് കാണും സാറേ. വയസ്സൊരു 10-25. എടാ വയസ്സ് ചോദിക്കുമ്പോ 10-25 എന്നൊക്കെ പറയണ, കൃത്യമായിട്ട് പറയടാ. ഒരു 25. വയസ്സ് 25. ആ അഡ്രസ് പറ. അഡ്രസ്സ് നേപ്പാളാണ്. നേപ്പാളാ? നേപ്പാളിലെവിടാ? ഏത് ജില്ല? ഏത് സ്റ്റേറ്റ്? വീട്ടുപേര്, വീട്ടഡ്രസ് ഇതുപോലെ അറിയാവോ? അറിയില്ല. എടാ അതൊക്കെ വേണോട്ടാ. അവന്റെ ID പ്രൂഫ് വല്ലതുണ്ടാ? അതുമില്ല. എടാ അന്യ സംസ്ഥാന തൊഴിലാളികളെ പണിക്ക് നിർത്തുമ്പോ അവരുടെ അഡ്രസ് പ്രൂഫ് മേടിക്കുന്ന അറിയാൻ പാടില്ലേ? അറിയില്ല. അതും അറിയില്ലേ? സാറേ ഇത് കേട്ടാ, ഇപ്പൊ പരാതിക്കാരനെതിരെ കേസെടുക്കേണ്ട അവസ്ഥയാണ്. ആ നേപ്പാളിയുടെ ഒരു ഡീറ്റെയിൽസും കയ്യിലില്ലെന്ന്. ഓക്കെ, എത്ര നാളായിട്ട് ഇവനെ പരിചയമുണ്ട്? അതെങ്കിലും പറ. ഒരു 5-6 മാസമായിട്ടുണ്ട്. എന്താടാ ഒന്നിനൊരു ഉറപ്പില്ലല്ലടാ. എടാ അവന്റെ മൊബൈൽ നമ്പറോ ഫോട്ടോയോ എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടാ? ഫോട്ടോ ഉണ്ട്. എവിടെ കൊണ്ടുവന്നേ? എടാ ഇവനെ കണ്ടറിയാലടാ നേപ്പാളിൽ നിന്ന കള്ളനാണെന്ന്. എന്നാ ആ പൊതിയിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? പൊതിയില് ഒരു 30,000 രൂപയും പിന്നെ ഒരു 5250 രൂപയുടെ ലോട്ടറി ഉണ്ടായിരുന്നു. ഭാഗ്യം, അതിനെങ്കിലും നിനക്കൊരു കൃത്യത ഉണ്ടല്ല. എന്തായാലും നിന്റെ തല പോകാതിരുന്നത് നന്നായി. സാറേ എനിക്ക് അവനൊരു അനിയനെ പോലെ ആയിരുന്നു. അനിയനിപ്പ ചേട്ടൻ്റെ. നീയേ ഇവിടെ ഒപ്പിട്ടെ. എവിടെ? SI സാർ വരുമ്പോളേ ഞാൻ കൊടുത്തോളാം, പോയിക്കോ കേട്ടാ. അയ്യോ സാറേ, അത് നാട്ടുകാരുടെ പ്രൈസ് അടിച്ച കാശാണ്, അത് കൊടുക്കാനുള്ളതാണ്. അവൻ നാട് വിടുന്നതിന് മുമ്പെങ്കിലും ഒന്ന്. എടാ ഇതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്നെ അന്വേഷിക്കാൻ ഇവിടെ ആളില്ല. പിന്നെയാണ് നിന്റെ നേപ്പാളി പണിക്കാരന്. നീ പോയിക്കോ, SI വന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സാറേ എങ്കിൽ SI വന്ന് കണ്ടിട്ട് പോയാൽ പോരെ? എന്നാ നീ ആ ബെഞ്ചിലേക്ക് ഇരുന്നോ. ആ ശരി സാർ. Peter, this is your house? Not now. Okay. ഇപ്പല്ല, ചിലപ്പായേക്കാം. Okay, Gomez. Okay, darling. See you soon. Hey, what about my sunglass? Okay. Peter, my jacket. Whoa. Catch. Huh? എല്ലാവർക്കും എല്ലാം കിട്ടിയല്ലോ. ഇനി ഒരു പരാതിയില്ലല്ലോ. This is my route map. Okay? Yeah. Hello. എങ്ങോട്ടാ? ഡോ. ഹലോ. എന്താ ആ ഇവിടെ ഇരിപ്പുണ്ടോ? എടാ നീ എങ്ങനെ? സീനൊക്കെ ഞാൻ അറിഞ്ഞ്. ഗോവയെന്ന് വന്ന വഴിയാണ്. വീട്ടോട്ട് പോലും പോയില്ല, നേരെ ഇങ്ങനെ വന്നേ. എന്തൊക്കെയായിരുന്നു? ചോറും കൊണ്ടേ കൊടുക്കുന്നു, ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നു, മലയാളം പഠിപ്പിക്കുന്നു. അനിയനാണത്രേ, അനിയൻ. ആ എന്റെ പൊന്നു ചേട്ടാ, ഇവനോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞതാ അവനെ വിശ്വസിക്കരുതെന്ന്. എന്നിട്ട് ക്യാഷ് കൊണ്ട് അവന് കൊടുത്തേക്കണ്. ഇപ്പൊ എന്തായി? പണി കിട്ടിയില്ലേ? ആ കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ കൊള്ളു. മണാലി, കാശ്മീർ, ആഗ്ര, ഡൽഹി, അങ്ങനെ എന്തോരം സ്ഥലത്ത് ടൂർ പോകാനെന്നറിയാമോ? നാശിപ്പിച്ചോളഞ്ഞില്ലടാ. പോലീസുകാരൻ തുറഞ്ഞു. SI വരട്ടെന്ന് പറഞ്ഞു. ഈയിടെ ഇവന്മാരെ കൊണ്ടൊന്നും വരുന്നേട എവിടെ ഉണ്ടാവൂല. നമുക്ക് അറിയാവുന്നല്ലേ, മലയാളികളെ തന്നെ പിടിച്ചിട്ട് കിട്ടില്ല, പിന്നെയാണ് നേപ്പാളിനെ പിടിക്കാൻ പോണത്. എന്താടാ നീ അടിച്ചിട്ടുണ്ടാ? ഞാൻ അടിച്ചിട്ടുണ്ട്. ദേ നിനക്കുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. കിട്ടില്ല സാധനമാണ്. കള്ളിന്റെ മണം പോലും ഉണ്ടാവില്ല, ഒരു തരി സ്മെല്ല് പോലും ഉണ്ടാവില്ല. എനിക്കൊന്നും വേണ്ട. നിനക്ക് വേണ്ടേ? നിനക്ക് വേണമെങ്കിൽ എനിക്ക് വേണ്ട. അവിടെ നിന്ന് മേടിച്ചപ്പോ മണൂലെന്നാ പറഞ്ഞു വെച്ചത്. എവിടെയാണ് സെല്ല്? വക്കീലിനൊന്ന് വിളിച്ച് പറഞ്ഞു. ആംബുലൻസ് കൊണ്ട് വിളിച്ചോടാ. സാറേ വാ. പോലീസ് സ്റ്റേഷനിലാണെന്ന് ഇവിടെ പറയാൻ പറ്റാ. പോലീസ് സ്റ്റേഷനിൽ ഇടിയും നിന്റെ അപ്പൻ്റെ പാട്ടും.
ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ. ഗോവയിൽ എങ്ങനെ നടന്നേച്ച ആളാന്ന് അറിയാമോ ഞാൻ? ഇപ്പൊ നടക്കണണ്ട. ഓ വരുന്നുണ്ട് രണ്ടും കൂടി. ഇത് ഓഫ് ചെയ്യട്ടെ. നീ ഒന്നും പറയാൻ വേണ്ട, മൈൻഡ് ചെയ്യണ്ടട്ടാ. ഇത് ഞാൻ അങ്ങാട് പറയാൻ നിക്കണായിരുന്നു. മുതലാളി വരുന്നുണ്ട്. കണ്ട കള്ളന്മാരെ കൊള്ളക്കാരെയൊക്കെ പണിക്ക് വെച്ചിട്ട് മുതലാളി കളിച്ച് നടക്കുക. പോട്ടെടാ, നിന്റെ അപ്പനല്ലേ, പ്രായമുള്ള ആളല്ലേ, കുട്ടികളാ. എന്നാ വല്ല വർക്കത്തോളനെ കൂടെ കൊണ്ടു നടക്കാൻ പറഞ്ഞാ അതും കേൾക്കില്ല. അടിപൊളി, സൂപ്പർ. നിന്റെ അപ്പന്റെ ഫുൾ സൈസ് കളർ ഫോട്ടോയിൽ ഇരിപ്പുണ്ടോ? ഇപ്പൊ തന്നെ OLX വിറ്റുകളെ പടേന. ഞാൻ നിന്റെ അപ്പന്റെ വാലിരിക്കൊക്കെ ഇങ്ങോട്ട് വന്നതിനാണ് ഞാൻ എന്റെ വീട്ടിൽ പോകും. പോലടാ, നീ പോയി അനുഭവിച്ചു. എന്റെ മമ്മിയെ പുണ്യാളത്തിയാണ്, പുണ്യാളത്തി. നല്ല ചാളക്കരൻ ചോറ് കാത്തിരിപ്പുണ്ടാവും പാവം. ഇത്രയും നാള് ഞാനും ലോട്ടറി തന്നെയല്ലേ വിറ്റത്. എനിക്ക് വേണമെങ്കിൽ ഒരു പണിക്കാരനെ വെക്കായിരുന്നല്ലോ. എന്നിട്ട് ഞാൻ വെച്ചോ? ഇല്ലല്ലോ. അപ്പനെന്റെ മുഖത്ത് നോക്കി സംസാരിക്കപ്പാ. എനിക്ക് സൗകര്യമില്ല. ഞാൻ എന്തിനാ നിന്റെ മുഖത്ത് നോക്കണേ? ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഈ സൈക്കിൾ ചവിട്ടി ലോട്ടറി വിറ്റ് എന്തിനാ നിന്നെ വളർത്തി വലുതാക്കാൻ? വളർത്തി അതെന്ന് അപ്പം പറയണ്ട. എന്റെ അമ്മ മരിച്ചിട്ട് 1 കൊല്ലം കഴിയുന്നതിന് മുമ്പ് വേറെ പെണ്ണ് കെട്ടാൻ പോയാളല്ലേ അപ്പൻ. ഇത് തന്നെ അവന് പറയാനുള്ളൂ. അതിന്റെ ചമ്മലല്ലേ അപ്പ അപ്പൻ ഇവിടെ എന്റെ മുഖത്ത് നോക്കത് അല്ലേ? എന്നിട്ട് ഞാൻ കെട്ടിയോടാ. നിന്റെ കരച്ചിൽ കണ്ട് കെട്ടിൻ്റെ അന്ന് ആ കല്യാണം വേണ്ടാന്ന് വെച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നവനാടാ ഈ ഞാൻ. അത് പറഞ്ഞ ശ്രീധരൻ കിട്ടാഞ്ഞിട്ടല്ലേ? എനിക്കറിയാപ്പ, നാണം ഉണ്ടാപ്പ. നീ പറയൂടാ നന്ദിയില്ലാത്തവനെ. 10-30 കൊല്ലം ലോട്ടറി വിറ്റവനാ ഞാൻ. ഓരോ ലോട്ടറി ടിക്കറ്റ് കാണുമ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. നീ ഉണ്ടായപ്പോഴും ഞാൻ അതുപോലെ പ്രതീക്ഷിച്ചു. പക്ഷേ അടിക്കാത്ത ടിക്കറ്റ് പോലെ ഭാഗ്യം കെട്ടവനായി പോയില്ലടാ നീയും. ഇങ്ങോട്ട് വന്നേ. ഒരു സമാധാനമില്ല. എന്റെ ദൈവമേ, ഈ നഷ്ടസ്വർഗം രണ്ട് വേറൊന്നും വിടില്ലേ. നല്ല പാട്ട്. ഒരപ്പനും മോനും എപ്പോൾ നോക്കിയാലും ഉടക്കാണ്. എന്തിനാ അപ്പനോട് ഇങ്ങനെ ഉടക്കണേ? ഒന്നില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലോട്ട് കയറി വന്നപ്പോ ഒരു മെഴുതിരി കത്തിച്ച് പിടിച്ച് ആ വാതിക്കൽ നിന്ന മനുഷ്യനല്ലേ? ആ കരി ഓർക്കുമ്പോഴാ കൂടുതൽ വലിപ്പ്. എടി നിനക്കറിയാല്ലേ ഞാൻ ചുമ്മാ അപ്പനെ ചൊറിയാൻ വേണ്ടി പറയണേന്ന്. എനിക്കറിയാം അപ്പൻ എന്റെ കണ്ണീര് കണ്ടിട്ട് എന്നെ കല്യാണം വേണ്ടെന്ന് വെച്ച്. ജനമൈത്രി ജനമൈത്രി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇടിമൈത്രിയാണ് ഇവിടെ. അതെ, നീ അങ്ങോട്ട് ചെന്ന് ഞാൻ അങ്ങോട്ട് വന്നില്ല. അതെന്താ? ഞാൻ അങ്ങനെ വന്ന് ശരിയാവില്ലെന്ന്. നമുക്ക് നാട്ടിലൊരു വിലയൊക്കെ ഉള്ളതല്ലേ. എല്ലാ ദിവസവും വന്ന് ഇവിടെ ഒന്ന് ഇടിമേടിക്കാന്ന് ഇറച്ചൊന്നുമില്ലല്ലോ. ഏതിനോടെ പോയെന്നോ? ഞാൻ ചോദിച്ചിട്ട് വരാം. ഓ എന്താടാ? ഇല്ല, ഞാൻ ആ പുണ്യഭൂമിയിലേക്ക് ഇല്ലെന്ന് പറഞ്ഞതാ. ബേബി അല്ലേ? ഇടോ, അവൻ്റെ നമ്പർ ട്രേസ് ചെയ്തപ്പം മൊബൈൽ ഫോൺ ഓഫായിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ ടവറിൻ്റെ പരിധിയിലാണ്. ആ സമയത്ത് ഒരു ഗോരഖ്പൂർ ട്രെയിനും ഉണ്ടായിരുന്നു. സർ, അവൻ നേപ്പാളിലേക്ക് പോകാനാണ് സാധ്യത. അവനെന്നും ഏതായാലും അത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല സർ. സാറേ അപ്പൊ എന്റെ കാശ്? എടോ, തന്റെ ഈ 30,000 രൂപയ്ക്ക് വേണ്ടി അഡ്രസ് പോലും അറിയാൻ പാടില്ലാത്തവന്റെ ഒക്കെ പുറകെ അന്വേഷിച്ച് പോകാൻ പറ്റില്ല. എടോ, തനിക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? സാറേ അത് എടോ, ഈ കള്ളന്മാർക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. ഒരിക്കൽ കട്ട കാശ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇറങ്ങും കക്കാൻ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കേസിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് അവനെ പൊക്കാനും പറ്റും. അപ്പൊ നമുക്ക് അവനെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കാം, അല്ലേ സാറേ? അതെ.